പാലക്കാട്ടെ ഓണാഘോഷം ഇക്കുറി ഡബിൾ കളറാണ്. മാതൃഭൂമിയുടെ ഓണച്ചമയം വിപണന മേള ആരംഭിച്ചതോടെ പാലക്കാട് ഉണർന്നു കഴിഞ്ഞു. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും അപർണ ബാലമുരളിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത പരിപാടി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കൺസ്യൂമർ എക്സ്പോയാണ്. പുലികളുടെ അകമ്പടിയോടെയുള്ള വർണ്ണാഭമായ ഘോഷയാത്ര ചെന്നെത്തിയത് പാലക്കാട് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ. അവിടെയാണ് മാതൃഭൂമി ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കൺസ്യൂമർ എക്സ്പോ ആയ ഓണച്ചമയം നടക്കുന്നത്. വിപണനമേളയിലെ ആദ്യ ആകർഷണമായ അവതാറിലെ പാന്തോറ നിങ്ങളെ വിസ്മയിപ്പിക്കുമെന്ന് ഉറപ്പാണ്. പാന്തോറ കടന്നാൽ വിപണിയുടെയും വിപണനത്തിൻ്റെയും വലിയ ലോകം. വേദിയിലെ പ്രധാന ആകർഷണമായ റോബോട്ട് നിള മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും നടി അപർണ ബാലമുരളിക്കും പൂ നൽകി ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു. നമ്മളെന്തിനാ മഹാബലിയെ ആചരിക്കുന്നത്? ഒരു നല്ല ഭരണാധികാരിയെ നമ്മൾ എന്നും ഓർമ്മിക്കുന്നതാണ് അല്ലേ? മനുഷ്യരെയൊന്നും എല്ലാം ഒന്നുപോലെ എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഇത്രയും നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് നമ്മളെ ഓർക്കുന്നത്. അപ്പം നല്ല ഭരണത്തിൻ്റെ ഒരു സന്ദേശമാണ് മാതൃഭൂമി നൽകുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന പ്രശ്നം ഏറ്റെടുക്കണം. മേളയിൽ എല്ലാ ദിവസവും കലാപരിപാടികളുണ്ട്. കലാപരിപാടികളുടെ ഉദ്ഘാടനം നടി അപർണ ബാലമുരളി നിർവഹിച്ചു. അദ്ദേഹം എൻ്റെ അച്ഛമ്മയുടെ അമ്മാവനാണ്. അപ്പോൾ ആ ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ മാതൃഭൂമിയുടെ ഒരു പരിപാടിക്ക് വരാമെന്ന് പറയുന്നതിന് 2 തവണ ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല. ഒരുപാട് അഭിമാനത്തോടു കൂടിയിട്ടാണ് ഞാനത് പറയുന്നത്. മാതൃഭൂമി ജനറൽ മാനേജർ സുദീപ് കുമാർ അധ്യക്ഷനായ പരിപാടിയിൽ വിവിധ മേഖലകളിലുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. അടുത്ത 22-ാം തീയതി വരെ പാലക്കാട് മുനിസിപ്പൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ മാതൃഭൂമിയുടെ ഓണച്ചമയം ഉണ്ടാകും. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.